नमस्कार। पिछले कक्षा में हमने क्या पढ़ा है? पिछले कक्षा में हमने सबसे बड़े शोमैन नामक चार्ली चैपलिन की जीवनी पढ़ा है। आज नया इकाई में नया पाठ अगाल और उसके नामक कविത പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാർലി ചാപ്ലിയുടെ ജീവനിയാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് മൂന്നാമത്തെ ഇക്കായിലെ പുതിയൊരു പാഠം പഠിക്കാം. അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന നാഗാർജുൻ്റെ കവിതയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രീ നാഗാർജുൻ का जन्म 30 ജൂൺ 1911 ബീഹാർ. 1911 ജൂൺ 30 ബീഹാറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃത്യു ഇവിടെ കൊടുത്തിട്ടുണ്ട്. നവംബർ 1998 नवंबर 5. हिंदी प्रगतिशील साहित्यकार है. आप हिंदी के प्रगतिशील साहित्यकार है. हिंदी पुरोगमनवादी साहित्यकारനായിരുന്നു അദ്ദേഹം. आपने हिंदी के अलावा मैथिली, संस्कृत और बंगला में भी रचनाएं की है. അദ്ദേഹം ഹിന്ദി കൂടാതെ കൂടാതെ മൈഥിലി ഭാഷയിലും അതുപോലെ സംസ്കൃതത്തിലും ബംഗ്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ലോക ജീവൻ, പ്രഗതി और സമകാലീൻ രാജനീതി आपकी रचनाओं के मुख्य विषय रहे. ജനജീവിതം, പബ്ലിക് ലൈഫ്, അതുപോലെ പ്രകൃതി, സമകാലീന രാഷ്ട്രീയം, രാജനീതി എന്ന് പറഞ്ഞ രാഷ്ട്രീയം എന്നാണ്. സമകാലീന രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ രചനയിലെ മുഖ്യ വിഷയമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് താഴെ തന്നിട്ടുള്ളത്. അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന ഈ കവിത വളരെ ചെറിയൊരു കവിതയാണ്. അതിൻ്റെ തുടക്കത്തിൽ 4 വരിയും അതുപോലെ 4 വരിയുമാണ് ഈ കവിതയിലുള്ളത്. കവിതയിലൂടെ കവി പറയുന്നത് ക്ഷാമകാലവും അതിനുശേഷവും എന്ന വിഷയമാണ് ഈ ചെറിയ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ക്ഷാമകാലത്തിൻ്റെ കരുണാർദ്രമായ ജീവിതവും അതുപോലെ ക്ഷാമകാലത്തിന് ശേഷമുള്ള സന്തുഷ്ടമായ കാലത്തിൻ്റെ ചിത്രവുമാണ് കാണാൻ കഴിയുന്നത്. कई दिनों तक चूल्हा रोया, चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കാം. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, ചുൽഹ എന്ന് പറഞ്ഞ അടുപ്പ്, ചക്കി എന്ന് പറഞ്ഞ ആട്ടുകല്ല്, തിരിക്കല്ല്, ഉദാസ് എന്ന് പറഞ്ഞ ദുഃഖിതനായ, കാനി എന്ന് പറഞ്ഞ ഒറ്റക്കണ്ണി, കുത്തിയ എന്ന് പറഞ്ഞ പെൺപട്ടി, ബീത്ത് എന്ന് പറഞ്ഞാൽ ഭിത്തി, ദീവാർ, ചിപ്കലി എന്ന് പറഞ്ഞ പല്ലി, ഗസ്ത് എന്ന് പറഞ്ഞ റോന്ത് ചുറ്റുക, ഹാലത്ത് എന്ന് പറഞ്ഞ അവസ്ഥ, കണ്ടീഷൻ, ഷിഗസ്ത് എന്ന് പറഞ്ഞ പരാജയം, തകർച്ച. ആദ്യത്തെ 4 വരി എന്താണ് പറയുന്നത് നോക്കാം. കൈ ദിനോं तक चूल्हा रोया, चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ഈ 4 വരിയിൽ കൈ ദിനോന്തക്ക് എന്ന് ആവർത്തിച്ച് വരുന്നുണ്ട്. ചുൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്, റോന എന്ന് പറഞ്ഞാൽ കരയുക. കവി ഇവിടെ ക്ഷാമകാലത്തെ ദയനീയ സ്ഥിതിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രദേശത്ത് ക്ഷാമമാണ്. ദിവസങ്ങളായി വീട്ടിൽ ധാന്യത്തിൻ്റെ ഒരു മണി പോലും ഇല്ലായിരുന്നു. വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് ദിവസങ്ങളായി അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുപ്പ് കത്തുന്നില്ല, അപ്പോൾ അടുപ്പ് കരയുന്നു. ചക്കി രഹി ഉദാസ്. ചക്കി എന്ന് പറഞ്ഞാൽ ആട്ടുകല്ല്. ആട്ടുകല്ലും സങ്കടപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ ഒന്നുമില്ലാത്തത് കാരണം, ധാന്യങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് ആട്ടുകല്ലിന് പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആട്ടുകല്ലും എന്താണ്, ദുഃഖിതനാണ്. കൈ ദിനോന്തക്ക് കാനി കുത്തിയ. കാനി കുത്തിയ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ പട്ടി എന്ത് ചെയ്യണേ, സോയി ഉൻകെ പാസ്, ഉറങ്ങുകയാണ്. എന്തിൻ്റെ അടുത്ത്? നേരത്തെ പറഞ്ഞ അടുപ്പിൻ്റെയും അല്ലെങ്കിൽ ആട്ടുകല്ലിൻ്റെയും അടുത്ത്. ചിത്രത്തിൽ കുട്ടികൾ കാണുന്നുണ്ടാവും. പിന്നെ പറയുന്നത് കൈ ദിനോന്തക്ക് ലഗി ബീത് പർ ചിപ്കൊലിയോം ഗസ്ത്. കുറേ ദിവസങ്ങളായി പല്ലി ബീത് പർ, ദീവാർ പർ, ചുമരിൽ എന്ത് ചെയ്യണം, ഗസ്താണ്. ഗസ്ത് എന്ന് പറഞ്ഞാൽ അലഞ്ഞ് നടക്കുകയാണ്. ഒന്നും കഴിക്കാൻ കിട്ടാതെ, പ്രാണികളൊന്നും കിട്ടാതെ അത് അലഞ്ഞ് നടക്കുന്നു എന്നാണ് പറഞ്ഞ്. റോന്ത് ചുറ്റുന്നു, പെട്രോളിങ് എന്നാണ് ഗസ്ത് എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ എന്താ പറഞ്ഞത്? അടുപ്പിനും ആട്ടുകല്ലിനും അടുത്തായി വീട്ടിലെ ഒറ്റക്കണ്ണി പട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ദിവസങ്ങളായി കിടപ്പുണ്ട്. ഭിത്തിയിലൂടെ പല്ലികൾ റോന്തു ചുറ്റുന്നു. കൈ ദിനോന്തക്ക് ചൂഹോം കി ബി ഹാലത്ത് രഹി ഷിഗസ്ത്. കുറേ ദിവസങ്ങളായി എലികൾക്കൊന്നും ആഹാരമൊന്നും കിട്ടാതെ അവരെന്താണ്, ഷിഗസ്താണ്. ഷിഗസ്ത് എന്ന് പറഞ്ഞാൽ അവർ പരാജയമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വരികൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ കവി ക്ഷാമത്തെ പറ്റിയാണ് പറയുന്നത്. ക്ഷാമകാലത്തെ ദയനീയ സ്ഥിതിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി പ്രദേശത്ത് ക്ഷാമമാണ്. ദിവസങ്ങളായി വീട്ടിൽ ധാന്യത്തിൻ്റെ ഒരു മണി പോലും അടുപ്പിൽ കത്തിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദിവസങ്ങളായി അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആട്ടുകല്ല് വീട്ടിൽ ധാന്യങ്ങളൊന്നുമില്ലാഞ്ഞിട്ട് അതും ദുഃഖിതനാണ്. അടുപ്പിനും ആട്ടുകല്ലിനും അടുത്തായി വീട്ടിലെ ഒറ്റക്കണ്ണി പട്ടി ദിവസങ്ങളായി കിടപ്പുണ്ട്. ഭിത്തിയിലൂടെ പല്ലികൾ റോന്തു ചുറ്റുന്നു. ദിവസങ്ങളായി എലികൾക്കും ആഹാരമൊന്നും കിട്ടാതെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത് 4 വരി ശ്രദ്ധിക്കാം. दाने आए घर के अंदर कई दिनों के बाद, दुआ मुड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने कुचलाई पांखें कई दिनों के बाद. ഈ ഭാഗത്ത് പ്രധാന വാക്കുകൾ ശ്രദ്ധിക്കാം. ദാന എന്ന് പറഞ്ഞാൽ ധാന്യം, ദ്വാം എന്ന് പറഞ്ഞാൽ പുക, ആംഖൻ എന്ന് പറഞ്ഞാൽ മുറ്റം, ചമക്കിന പറഞ്ഞാൽ തിളങ്ങുക, ഗുജലാന ചൊറിയുക, പാങ്ക് എന്ന് പറഞ്ഞാൽ പങ്ക്, ചിറക്, വിങ്സ്. കവി എന്താ പറയുന്നത്? ദാനയായ ഗർക്കെ അന്തർ കൈ ദിനംക്കെ ബാദ്. അങ്ങനെ ഇനി അകാലിൻ്റെ ശേഷം സംഭവിച്ച കാര്യമാണ് കവിയുടെ സൂചിപ്പിക്കുന്നത്. ദാനെ ആയേ ഗർക്കെ അന്തർ കൈ ദിനംക്കെ ബാദ്. ധാന്യങ്ങൾ വന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം. ഗർക്കെ അന്തർ വീട്ടിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ കവി ക്ഷാമകാലത്തിന് ശേഷമുള്ള സമയത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. കവി പറയുന്നു, ക്ഷാമകാലം കഴിഞ്ഞു, സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വന്നു. കുറേ നാളുകൾക്ക് ശേഷം അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ വീട്ടിൽ വന്നു. അങ്ങനെ ദുവാമുട ആംഗൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാദ്. വീട്ടിൽ ധാന്യങ്ങൾ വന്നാൽ അടുപ്പ് കത്തും. അടുപ്പ് കത്തിക്കഴിഞ്ഞാൽ പുക ഉയരും. ആംഗൻ സെ ഊപ്പർ മുറ്റത്തിൻ്റെ മുകളിലായിട്ട് കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങളായി വീട്ടിൽ അടുപ്പ് കത്തി. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം വീടിന് മുകളിൽ പുക പടലങ്ങൾ ഉയർന്നു.
ചമക് ഉടി घर भर की आंखें कई दिनों के बाद. വീട്ടിലുള്ള ആളുകളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കം കാണാൻ കഴിഞ്ഞു കൈ ദിനോക്കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. കൗവേനെ ഗുജലായെ പാങ്കെ കൈ ദിനോക്കെ ബാദ്. ക്ഷാമകാലത്തിൻ്റെ ദുരിതപൂർണമായ അവസ്ഥ മാറി കാക്കകൾ സന്തോഷത്താൽ ചിറകുകൾ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ഗുജലാന എന്ന് പറഞ്ഞാൽ ചൊറിയുക എന്നാണ്. ഏറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ആനന്ദത്താൽ മതിമറിഞ്ഞു എന്നാണ് ഈ അവസാനത്തെ 4 വരിയിൽ പറയുന്നത്. ആദ്യത്തെ 4 വരിയിൽ ക്ഷാമകാലത്തെ പറ്റിയാണ് പറയുന്നത്. പിന്നീടുള്ള വരിയിൽ ക്ഷാമത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഈ കൊച്ചു കവിതയിൽ ആദ്യത്തെ 4 വരിയിൽ ക്ഷാമകാലത്തിൻ്റെ ചരിത്രവും തുടർന്നുള്ള 4 വരിയിൽ ക്ഷാമത്തിനു ശേഷമുള്ള ചിത്രവുമാണ് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ 4 വരിയിൽ ഓരോന്നിൻ്റെയും തുടക്കത്തിൽ കൈ ദിനോം തക്ക് എന്ന് ആവർത്തിച്ചു വരുന്നുണ്ട്. പിന്നീടുള്ള 4 വരിയിൽ കൈ ദിനോം കെ ബാദ് എന്നുള്ള വാക്കുകളാണ് അവസാനിക്കുന്നത്. നാളുകൾ നീണ്ട പട്ടിണിക്ക് ശേഷം വീടുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നു. അടുപ്പിൽ തീ കത്തുന്നു. ചിമ്മിണിയിലൂടെ പുക വെളിയിലേക്ക് വരുന്നു. ഇതെല്ലാം കണ്ട് വീട്ടുകാരുടെ കണ്ണുകളും മനസ്സും നിറയുന്നു. ചിറകുകൾ ചൊറിഞ്ഞുകൊണ്ട് കാക്കകളും പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് അവസാനത്തെ 4 വരിയിൽ പറയുന്നത്. കൈ ദിനോം തക്ക് തുടങ്ങിയ വരിയിൽ ഏറെ നാളുകളായി വീട്ടിൽ ക്ഷാമമാണ്. വാക്കുകളിൽ ക്ഷാമകാലത്തെ അവസ്ഥയെ വർണ്ണിച്ചുകൊണ്ട് ഈ 4 വരികളിൽ ഒരിടത്തും കഥാപാത്രങ്ങളായി മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അടുപ്പ്, ആട്ടുകല്ല്, ഒറ്റക്കണ്ണി പട്ടി, എലികൾ, പല്ലികൾ തുടങ്ങിയ പ്രതീകങ്ങളാണ് കഥാപാത്രങ്ങളായി വരുന്നത്. ഇനി ഒന്നാമത്തെ പാഠഭാഗത്തെ പ്രശ്നങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. पढ़ें और चर्चा करें. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया सोई उनके पास. चूल्हे का रोना और चक्की का उदास होना इसका मतलब क्या है എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം अकाल के दिनों में घर में अनाज का एक दाना भी न था. इस भयानकता के कारण चूल्हा मानो रोता रहा. घर में चूल्हा जलाने की आवश्यकता न थी. उसी प्रकार चक्की में पीसने के लिए भी घर में कुछ नहीं, इसलिए चक्की भी उदास है. അടുപ്പിൽ കത്താൻ ധാന്യമില്ല, അടുപ്പ് കരയുന്നു. അതുപോലെയാണ് കവിക്ക് തോന്നുന്നത്. പിന്നെ വീട്ടിൽ അടുപ്പ് കത്തേണ്ട ആവശ്യകതയുമില്ല. അതുപോലെ ആട്ടുകല്ലിൽ ധാന്യങ്ങളില്ലാഞ്ഞാൽ ആട്ടുകല്ലിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. കൈ ദിനോം തക്ക് ലഗി ബീത് പർ ചിപ്കലിയോം കി ഗസ്ത്. കൈ ദിനോം തക്ക് ചൂഹോം കി ബി ഹാലത്ത് രഹി ശികസ്ത്. ये पंक्तियों किस हालत की ओर इशारा करते. ഈ വരികൾ ഏത് അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ്. ये पंक्तियों अकाल की भोषणता और घोर निराशा की ओर इशारा करते. ഇത് സത്യത്തിൽ നമുക്കറിയാം ക്ഷാമത്തെയാണ് ഇവിടെ, അല്ലെങ്കിൽ നിരാശയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂഖ് മിഠാനെ കെ ലിയെ കുച്ച് मिलने के लिए तलाश में ചിപ്കലിയാം ഇതർ ഉദർ ഭൂമി രഹി. വിശപ്പടക്കാൻ വേണ്ടിയും അതുപോലെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല്ലിയുടെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്നു. പിന്നെ എലിയാണെങ്കിലോ ചൂഹോം കി ബി ഹാലത്ത് ബി അത്യന്ത് ദയനീയതി. എലിയുടെ അവസ്ഥയും വളരെ ദയനീയമാണ് എന്നാണ് കവി പറയുന്നത്.
അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ദാനെ ആയ घर के अंदर कई दिनों के बाद धुआं उड़ा आंगन से ऊपर कई दिनों के बाद. ധാന്യം വന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീടിൻ്റെ ഉള്ളിൽ, പിന്നെ പുക ഉയർന്നു മുറ്റത്തിൻ്റെ മുകളിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം. ഇൻ പങ്ക്തിയോം സെ കവി ക്യാ കഹന ചാഹത്തെ, ഈ വരിയിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അകാൽ കെ സമയ ജോ ഭീഷൺ ഹാലത്ത് തി, ക്ഷാമകാലത്ത് വളരെ ഭയാനകമായ അവസ്ഥയായിരുന്നു. അകാൽ കെ ബാദ് സബ് ബദൽ ഗയി, ക്ഷാമത്തിൻ്റെ ശേഷം എല്ലാം മാറി. रोते और उदास पड़े चूल्हा चक्की आदि वस्तुओं में भी नया ജീവൻ ആ ഗയ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടുപ്പാണെങ്കിലും ആട്ടുകല്ലാണെങ്കിലും ഇന്ന് പുതിയ ജീവിതത്തിൽ അവർ ലോക് ഗർക്കെ ഉൻകെ ചുൽഹേം ജലാക്കർ ഭോജൻ പക്കാനെ ലഗി, ആളുകൾ വീട്ടിൻ്റെ അടുപ്പ് കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. ചുൽഹേം ജലാക്കർ, അടുപ്പുകൾ കത്തിച്ച് ഭോജൻ ഭക്ഷണം പക്കാനെ ലഗി, പാകം ചെയ്യാൻ തുടങ്ങി. തബ് കൈ ദിനോക്കെ ബാദ് ഗർക്കെ ഊപ്പർ ധുവാമുട, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീടിൻ്റെ മുകളിലും മുറ്റത്തിൻ്റെ മുകളിലൊക്കെ എന്തായി, പുക ഉയരാൻ തുടങ്ങി. ഇനി അകാൽ എന്ന് പറഞ്ഞുകൊണ്ട് ചുൽഹാരോന, ചക്കി ഉദാസ് തുടങ്ങിയ അകാലിൻ്റെ കാലത്ത് നടന്ന കാനി കുത്തിയ സോയി എന്നുള്ള കാര്യങ്ങളാണ് കവി അകാലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ അകാൽ, ശിഖസ്ത്, ഹാലത്ത് വാലെ ചൂഹെ, അതൊക്കെയാണ് അകാലിലുള്ളത്. പിന്നെ അകാലിൻ്റെ ശേഷം ചിത്രീകരിക്കുന്നത് ഗർക്കെ അന്തർ ദാനെ ക ആന, അതുപോലെ ആംഗൻ കെ ഊപ്പർ ധുആം का उड़ना, घर की आंखें चमक उड़ना, कौवे के पंखें का गुचलाന. ഇതാണ് അകാലിൻ്റെ ശേഷം വരികളിൽ വരുന്നത്. പിന്നെ ഒരു ഭാഗം कविता में कई दिनों तक और कई दिनों के बाद दोहराने का तात्पर्य क्या होता है. കവിതയിൽ കൈ ദിനോം തക്ക് എന്നും കൈ ദിനോം കെ ബാദ് എന്നുള്ള ആവർത്തിച്ച് വരുന്നത്. ദുഹരാന എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക എന്നാണ്. ഈ ആവർത്തിച്ച് പ്രയോഗിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നാണ്, താല്പര്യം എന്താണ്? കവിതയിലൂടെ പ്രസക്തിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റിനെ പറ്റിയിട്ട് ടിപ്പണി തയ്യാറാക്കാനാണ് പറയുന്നത്. ഇതാണ് ഇതുവരെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. अकाल और उसके बाद नागार्जुन की एक छोटी कविता है. इसकी पहली 4 पंक्तियों में अकाल का दृश्य है. ആദ്യത്തെ 4 വരിയിൽ അകാലിൻ്റെ ദൃശ്യമായിരുന്നു. ഇൻ പങ്ക്തിയോ മേ കൈ ദിനോ തക്ക് ദുഹരാ ജാത്ത, ഈ വരിയിലാണ് കൈ ദിനോ തക്ക് എന്ന് ആവർത്തിച്ച് വരുന്നത്. ഇൻ 4 पंक्तियों में चूल्हा चक्की कानी कुतिया चिपकलियों और चूहा पात्रों के रूप में हमारा सामने आते हैं. കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ എടുത്തു വരുന്നത്. എലിയും ആട്ടുകല്ലും അടുപ്പും ഒറ്റക്കണ്ണുള്ള പട്ടിയും ഒക്കെയാണ് വരുന്നത്. ഗർമേം കൈ ദിനോക്കെ ഖാനക്കെ അഭാവമേ സബ് വിവശ്, വീട്ടിൽ ഒരുപാട് ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ അഭാവം കാരണം എല്ലാവരും എന്താണ്, വിഷമത്തിലാണ്. മനുഷ്യക്ക് നെഹി സബി ജീവ ജന്തു ഖാനയ്ക്ക് അഭാവമേ പരേഷാൻ ഹോത്തെ, മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജന്തുക്കളും ഭക്ഷണം കിട്ടാഞ്ഞാൽ അല്ലെങ്കിൽ അകാൽ വന്നാൽ പരവശരായിരിക്കും എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. അകാൽക്ക് ക്യാ ക്യാ കാരണം ഹോ സക്ത ഹെ ചർച്ച കരും, എന്താണ് ക്ഷാമം ഉണ്ടായിരിക്കേണ്ട കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ക്ഷാമം അനുഭവപ്പെടാം, ചർച്ച ചെയ്യാനാണ്. किसी प्रदेश में सामान्य से कम या बहुत कम वर्षा होती है तो उस प्रदेश में अकाल और स्थिति उत्पन्न हो जाते हैं. ചില പ്രദേശങ്ങളിൽ സാമാന്യ കിട്ടിയിരുന്ന മഴ കുറഞ്ഞു പോയാൽ ആ പ്രദേശത്ത് എന്തുണ്ടാവും, കൃഷി നടക്കില്ല, അല്ലെങ്കിൽ വിളവെടുപ്പൊന്നും നടക്കാതായാൽ ആ പ്രദേശത്ത് ക്ഷാമം ഉണ്ടാവാൻ
സാധ്യതയുണ്ട്. अकाल एक പ്രാകൃതിക ആപദ ഹെ. ശരിക്കും അകാല ഒരു പ്രകൃതിപരമായ ഒരു സംഭവമാണ്. ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായി, അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, ഇതൊക്കെ അകാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രകൃതിപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അടുത്തുണ്ടായ 2 വെള്ളപ്പൊക്കവും നമുക്ക് ഒരു പരിധി വരെ ആ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ക്ഷാമം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമ്മളെ കവിതയും അതിൽ ഉൾപ്പെടുത്താം. അടുത്ത ചോദ്യം, കവിതയ്ക്ക് പ്രാസംഗികത പർ ടിപ്പണി ലിഖിയാണ്. ഈ കവിതയുടെ പ്രാധാന്യത്തെ മനസ്സിലായിക്കാണ്ട് ടിപ്പണി തയ്യാറാക്കുക. ടിപ്പണി നമ്മൾ തയ്യാറാക്കുമ്പോൾ നേരത്തെ നമ്മൾ ഒരുപാട് ടിപ്പണികൾ തയ്യാറാക്കുകയാണ്. കവിത പർ ടിപ്പണി ലിഖ്തേ സമയം കിൻ കിൻ ബാത്തോം ധ്യാൻ ദേന. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കവി പരിചയം. പ്രസ്തുത അകാൽ और उसके बाद നാമക കവിത ആരെഴുതിയതാണ്? കവി ആരാണ്? നാഗാർജുനാണ്. അപ്പം നാഗാർജുന അതിൽ പരിചയപ്പെടുത്തണം. प्रगतिशील कवि के रूप में श्री नागार्जुन का नाम हिंदी काव्य जगत में प्रसिद्ध है. उनकी कविताओं का केंद्र സാധാരണ ജനത ഹെ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ സാധാരണ ജനതയാണ് അതിൽ വരുന്നത്. അകാല और उसके बाद ശ്രീ നാഗാർജുൻ की छोटी एक മർമ്മസ്പർശി കവിത ഹെ എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ അതിൽ ഒരു കവിയെ പരിചയപ്പെടുത്തി, പിന്നെ രണ്ടാമതായിട്ട് കവിതയും പരിചയപ്പെടുത്തി. കവിയും വന്നു, കവിതയും വന്നു. പിന്നീട് ഭാഷയുടെ പ്രയോഗം വളരെ സരള ഭാഷയാണ് പ്രയോഗിച്ചിട്ടുണ്ട്. ശൈലി, അതുപോലെ വിശേഷ പ്രയോഗങ്ങളൊക്കെ എടുത്തു പറയും. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ പഹലി 4 पंक्तियों में अकाल के बारे में चर्चा करते हैं, दूसरे 4 पंक्तियों में अकाल के बाद के बारे में चर्चा करते हैं എന്നൊക്കെ പറഞ്ഞിട്ട് കവിതൻ്റെ പ്രത്യേകത, വിശേഷത കണ്ട് ശീർഷയ്ക്ക് സാർത്ഥകത. ആ കവിതയുടെ ഹെഡിങ്ങിൽ തന്നെ കവിത മുഴുവനായിട്ട് കവി പറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കവിത ആസ്വാദന ടിപ്പണി തയ്യാറാക്കാൻ കഴിയും. നന്നായിട്ട് എഴുതി ആ ആസ്വാദന ടിപ്പണി വാട്സപ്പിലൂടെ അയച്ചു തരാൻ അഭ്യർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം.